നമസ്കാരം. ഫണ്ട് 360 പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അൺലിസ്റ്റഡ് ഷെയർസ് വാങ്ങിക്കുന്നവർ. കാരണം ഇന്നത്തെ രീതിയിൽ അൺലിസ്റ്റഡ് ഷെയർസ് വാങ്ങിക്കുന്നവർ ഒത്തിരി പേരുണ്ട്. NSED ഒക്കെ IPO വന്നു, ടാറ്റ ക്യാപിറ്റലൊക്കെ വന്നപ്പോൾ വളരെ അട്രാക്റ്റീവായിട്ട് ഓടിയിടുന്നു അൺലിസ്റ്റഡ് ഷെയർസ് വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ ഈ അൺലിസ്റ്റഡ് ഷെയർസ് വാങ്ങിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് എന്നെ ഒരാൾ വിളിച്ചിട്ട് അദ്ദേഹം കോൺടാക്ട് ചെയ്തിട്ട് അയാൾ പറഞ്ഞു അദ്ദേഹത്തിന് NSEയുടെ കുറച്ച് ഷെയർസൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു അക്കൗണ്ടിൽ ഉണ്ടായിരുന്നു, അൺലിസ്റ്റഡ് ഷെയർസ്. അതിനുശേഷം ഇപ്പോൾ അതിന് കുറച്ച് വില കൂടി കഴിഞ്ഞപ്പോൾ, IPOയുടെയൊക്കെ വാർത്തകൾ വന്നതിന് ശേഷം വില കൂടി കഴിഞ്ഞപ്പോൾ അദ്ദേഹം അത് സെല്ല് ചെയ്യാൻ വേണ്ടി നോക്കി. സെല്ല് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു ആളെ വാങ്ങിക്കാൻ വേണ്ടി ഒരാളെ കിട്ടി. അപ്പം അതിനനുസരിച്ച് അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ നിന്നും ഈ അൺലിസ്റ്റഡ് ഷെയർസ്, NSEയുടെ കുറച്ച് അൺലിസ്റ്റഡ് ഷെയർസ് മറ്റേ ആളുടെ വാങ്ങിച്ച ആളുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ നോക്കുമ്പോൾ അത് ബ്രോക്കർ ഓതൻറ്റിക്കേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. നമുക്കറിയുന്ന പോലെ തന്നെ നമ്മുടെ ഒരു ഡിമാറ്റ് അക്കൗണ്ടിൽ നിന്നും മറ്റൊരു ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച് മുഖേന അല്ലാതെ ഷെയർസ് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ഉള്ള ഒരു ഉപാധിയാണ് ഈ CDSLൻ്റെ ECST എന്ന് പറയുന്ന ECST എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം. അപ്പോൾ CDSL ECSTൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കതിനകത്ത് രജിസ്റ്റർ ചെയ്യാം. BOID, ബ്രോക്കറുടെ നമ്മുടെ ക്ലയൻറ്റ് ID യും ബ്രോക്കറുടെ ID യും വെച്ചിട്ടുള്ള ID വെച്ച് നമുക്ക് രജിസ്റ്റർ ചെയ്യാം. പാൻ നമ്പറൊക്കെ ഉപയോഗിച്ചിട്ട് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് ട്രാൻസ്ഫറിന് വേണമെങ്കിൽ ബ്രോക്കർ ഓതൻറ്റിക്കേറ്റ് ചെയ്യണം. അപ്പോൾ ബ്രോക്കർ ഓതൻറ്റിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ട്രാൻസ്ഫർ വേറെ എങ്ങോട്ട് വേണമെങ്കിലും നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയും, മറ്റേത് ഡിമാറ്റ് അക്കൗണ്ടിനും ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ബ്രോക്കർ ഈ ഒരു ട്രാൻസ്ഫർ ഓതൻറ്റിക്കേറ്റ് ചെയ്യുന്നില്ല. അതാണ് അദ്ദേഹം എന്നെ വിളിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം, എന്ത് ചെയ്യണം എന്നുള്ളത്. കാരണം അദ്ദേഹത്തിൻ്റെ പക്കൽ കുറേയേറെ ഷെയറുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇന്ത്യയിൽ ECST പ്ലാറ്റ്ഫോമിൻ്റെ അകത്ത് സപ്പോർട്ട് ചെയ്യുന്ന ബ്രോക്കേഴ്സ് ഏകദേശം നമ്മൾ ഇന്ന് കാണുന്നതിൻ്റെ 90% ബ്രോക്കേഴ്സും മെയിൻ സ്ട്രീം ബ്രോക്കേഴ്സും ECST പ്ലാറ്റ്ഫോം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഷെയർസ്, ഉദാഹരണമായിട്ട് അദാനി എൻ്റർപ്രൈസസ് ഉണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ മോന് ഒരു ഗിഫ്റ്റായിട്ട്, ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് ഒരു 100 അദാനി എൻ്റർപ്രൈസസ് ഷെയർസ് കൊടുക്കണമെങ്കിൽ അത് നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യാം. നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുകയോ അല്ലെങ്കിൽ ഇവിടെ സെല്ല് ചെയ്തിട്ട് മറ്റടുത്ത് ബൈ ചെയ്യുന്ന ടാക്സ് ഒബ്ലിഗേഷനോ ഒന്നും ഇല്ലാത്ത കാര്യങ്ങളൊക്കെ നടക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 90% ഇന്ത്യയിലെ മുൻനിര ബ്രോക്കേഴ്സ് എല്ലാവരും ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഒരു 10% ബ്രോക്കേഴ്സ് അവർ സപ്പോർട്ട് ചെയ്യുന്നില്ല. അതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ ചില്ലറയല്ല. ഒന്നാമത്തെ കാര്യം നേരത്തെ പറഞ്ഞ പോലെ തന്നെ അൺലിസ്റ്റഡ് ഷെയർസ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആരെങ്കിലും ഉയർന്ന വില ഓഫർ ചെയ്താൽ പോലും നിങ്ങൾക്കത് അവർക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാനോ സെല്ല് ചെയ്യാനോ കഴിയില്ല. ഏക വഴിയെന്ന് പറയുന്നത് നിങ്ങൾ പണ്ടത്തെ മെത്തേഡ്, അതായത് ഫിസിക്കലായിട്ട് പേപ്പർ ഫോമിലുള്ള ഡെലിവറി ഇൻസ്ട്രക്ഷൻ സ്ലിപ്പ് വാങ്ങിച്ച് ഫില്ല് ചെയ്തിട്ട് അത് അവർക്ക് അയച്ചു കൊടുത്ത് അതൊരു ഏകദേശം 1 മാസത്തിലേറെ എടുക്കുന്ന ഒരു പരിപാടിയാണ്. അത് ഒന്നാമത്തെ ഒരു പ്രശ്നം. മറ്റൊരു പ്രശ്നം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ബ്രോക്കർ മാറ്റണമെന്നുണ്ടെങ്കിൽ, ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഡെലിവറി ട്രേഡുകൾക്കൊക്കെ ചിലപ്പോൾ ചില ബ്രോക്കേഴ്സ് നല്ലതായിരിക്കും. അതേസമയം ഈ F&O ട്രേഡ്സിനൊക്കെ വേറെ ചില ബ്രോക്കേഴ്സ് ആയിരിക്കും നല്ലത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു അവസ്ഥയിൽ ഇത്തരത്തിൽ ബ്രോക്കറെ ഒന്ന് മാറ്റി ഈ ഇവിടെ ഉള്ള ഡെലിവറി എല്ലാം ഉള്ള സ്റ്റോക്കുകളൊക്കെ മറ്റൊരു ബ്രോക്കറിലേക്ക് മാറ്റണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഈ ECST പ്ലാറ്റ്ഫോം സപ്പോർട്ട് ചെയ്യാത്ത ഓൺലൈനായിട്ട് സ്റ്റോക്സ് മറ്റൊരു ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയാത്ത ബ്രോക്കർമാരെ കൊണ്ട് നിങ്ങൾക്കത് വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കും. കാരണം നിങ്ങൾക്ക് പിന്നെയുള്ള ഏക വഴിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെയുള്ള സ്റ്റോക്കുകളൊക്കെ വിൽക്കുക, എന്നിട്ട് ആ പണം വരുന്നവരെ കാത്തിരിക്കുക, എന്നിട്ട് ആ പണം മറ്റേ ബ്രോക്കറിലേക്ക്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആ ബ്രോക്കറിൻ്റെ അകത്തേക്ക് പേയും ചെയ്യുക, അതിനുശേഷം വാങ്ങിക്കുക. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള ഏറ്റവും വലിയ പ്രശ്നം, നിങ്ങളിവിടെ സെല്ല് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രോഫിറ്റിലാണെങ്കിൽ നിങ്ങൾക്ക് അതിന് തത്തുല്യമായിട്ടുള്ള ടാക്സ് കൊടുക്കേണ്ടി വരും. രണ്ടാമത്തെ പ്രശ്നം, നിങ്ങൾ സെല്ല് ചെയ്ത് ആ പണം വന്ന് ആ പണം കൊണ്ട് നിങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി ഇരിക്കുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ ചിലപ്പോൾ ഒരു ഓപ്പർച്യൂണിറ്റി ലോസ് ഉണ്ടാകും. കാരണം നിങ്ങളിവിടെ സെല്ല് ചെയ്യുന്നത് ചിലപ്പോൾ 10 രൂപയ്ക്ക് ആയിരിക്കാം, അവിടെ നിങ്ങൾ 2 ദിവസം കഴിഞ്ഞ് വാങ്ങിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ ഇപ്പോൾ അത് 12 രൂപ ആയിരിക്കാം. അപ്പോൾ ആ ഒരു പ്രശ്നവും അവിടെ നിലനിൽക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ, ടാക്സിൻ്റെ പ്രശ്നം, അതേപോലെ തന്നെ ഓപ്പർച്യൂണിറ്റി ലോസ്, ഇങ്ങനത്തെയുള്ള എല്ലാ പ്രശ്നങ്ങളും അവിടെ നിലനിൽക്കുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്ത് പ്രധാനമായും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം, ഈ ബ്രോക്കേഴ്സ്, ചില ബ്രോക്കേഴ്സ് അവർ ഈ ഒരു ECST പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഓൺലൈനായിട്ട് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഈ സംവിധാനം അവർ അനുവദിച്ചു കൊടുക്കാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവർക്ക് അക്കൗണ്ട് നമ്പേഴ്സ് പൊലിപ്പിച്ച് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ M-സ്റ്റോക്കിൻ്റെ കാര്യം. അപ്പോൾ എനിക്ക് വ്യക്തിഗതമായിട്ടുള്ള അനുഭവമാണ് M-സ്റ്റോക്കുമായിട്ടുള്ളത്. കാരണം M-സ്റ്റോക്കുമായിട്ട് കുറേ കാലത്ത് ഈ പറഞ്ഞ പോലെ സീറോ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമൊക്കെ ആയതുകൊണ്ട്, സീറോ ബ്രോക്കറേജ് പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് കുറേ കാലമായിട്ടുള്ള ഒരു ബന്ധങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ M-സ്റ്റോക്കിനകത്ത് നമുക്ക് കുറച്ച് അൺലിസ്റ്റഡ് ഷെയർസൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ആ അൺലിസ്റ്റഡ് ഷെയർസ് ഞാനിത് നോക്കിക്കഴിയുമ്പോൾ ഇതേ പ്രശ്നങ്ങൾ തന്നെ നേരിട്ടു. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം, M-സ്റ്റോക്ക് 20 ലക്ഷത്തിൽ പ്ലസ് കസ്റ്റമേഴ്സ് ഉണ്ട് എന്ന് പറയുന്നതിൻ്റെ അകത്ത് മനസ്സിലാക്കിയിട്ടുള്ള കാര്യം, മിക്കവരും ഈ പറഞ്ഞതുപോലെ ഇതിൻ്റെ അകത്ത് ഊരാക്കുടുക്കിൽ പെട്ടതുകൊണ്ട് പോകാൻ വയ്യാത്തതുകൊണ്ട് ഇരിക്കുന്നതാണ്. കാരണം ഷെയർസ് ട്രാൻസ്ഫർ ചെയ്യാതെ പുതിയൊരു അക്കൗണ്ട് തുടങ്ങിയിട്ട് അതിൻ്റെ അകത്തേക്ക് കൊണ്ടുപോകാൻ വേറെ വഴിയില്ല, സെല്ല് ചെയ്യാണ്ട് വേറെ വഴിയില്ല. അപ്പോൾ ട്രാൻസ്ഫർ ചെയ്യാൻ സമ്മതിക്കുന്നുമില്ല.
അപ്പോൾ മിക്ക ബ്രോക്കേഴ്സും ഇതിന് സമ്മതിക്കാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അക്കൗണ്ട് പുറത്തേക്ക് പോകാതിരിക്കാനുള്ള ഒരു വിദ്യയായിട്ടാണ്. അതായത് ഓൺബോർഡ് ചെയ്യാൻ, അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് 5 മിനിറ്റിൽ കഴിയും. പക്ഷേ ക്ലോസ് ചെയ്യണമെങ്കിലോ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിലോ ഒക്കെ ഉള്ള ഫ്രിക്ഷൻ ചില്ലറയല്ല. അപ്പം ഏതെങ്കിലും ഒരു ഫ്രിക്ഷൻ ഓഫർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്രോസസ്സ് നടക്കില്ല എന്നുള്ളതാണ് സത്യത്തിൽ ഒരു സൈക്കോളജി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം, ഇത്തരത്തിൽ പെട്ടുപോയവർ, ഇതേപോലെ കുറച്ച് ബ്രോക്കേഴ്സ്, എം സ്റ്റോക്ക് ഒക്കെ പോലെ ബ്രോക്കേഴ്സിൻ്റെ അകത്ത് അൺലിസ്റ്റഡ് ഷെയർസുമായിട്ടോ അല്ലെങ്കിൽ ബാക്കി സാധാരണ ഷെയർസൊക്കെ ആയിട്ട് പെട്ടുപോയവർ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. അതിനകത്ത് ആകെയുള്ളൊരു വഴിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അക്കൗണ്ട് ക്ലോസ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം മറ്റൊന്നും നിയമപ്രകാരം നമുക്ക് ചാലഞ്ച് ചെയ്യാൻ സാധ്യമല്ല എന്നുള്ളതാണ് സത്യം. കാരണം അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് ആ അക്കൗണ്ടിൻ്റെ അകത്തുള്ള എല്ലാ ഷെയർസും, അൺലിസ്റ്റഡും ലിസ്റ്റഡുമായിട്ടുള്ള എല്ലാ ഷെയർസും നിങ്ങൾ കൊടുക്കുന്ന മറ്റൊരു ബ്രോക്കറുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടും, അഥവാ ചെയ്യണം എന്നാണ് സെബിയുടെ നിയമം. അപ്പോൾ ആ ഒരു പുതിയ ബ്രോക്കറുടെ, ഉദാഹരണമായിട്ട് നിങ്ങളിപ്പോൾ എം സ്റ്റോക്കിൻ്റെ അകത്ത് നിന്ന് ഏഞ്ചലിലേക്കാണ് മാറുന്നതെങ്കിൽ ഏഞ്ചലിൻ്റെ CMR, ക്ലയൻറ്റ് മാസ്റ്റർ റെക്കോർഡും അതുപോലെ BOIDയും കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ എം സ്റ്റോക്കിനകത്തുള്ള ഷെയർസ് ഏഞ്ചലിലേക്ക് മാറ്റി കിട്ടും. അപ്പോൾ ഇതാണ് ആകെ ഇതിന് മുമ്പിലുള്ള വഴി. അവസാനമായിട്ട് പറയാനുള്ളത്, നിങ്ങൾ പുതുതായിട്ടൊരു അക്കൗണ്ട് തുറക്കുന്ന ഒരാളാണെങ്കിൽ, അതേപോലെ തന്നെ നിങ്ങൾ അൺലിസ്റ്റഡ് ഷെയർസ് ഭാവിയിൽ വാങ്ങിക്കുകയോ വിൽക്കുകയോ ചെയ്യും എന്നുള്ളൊരു തോന്നലുള്ള ഒരാളാണെങ്കിൽ, നിങ്ങൾ ആ ഒരു അക്കൗണ്ട് തുറക്കുന്നതിന് മുമ്പ്, ബ്രോക്കറേജ് റേറ്റ്സ് ഒക്കെ നോക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആ ഒരു പ്രത്യേക ബ്രോക്കർ ഈ CDSL ECH പ്ലാറ്റ്ഫോം സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒന്ന് പരിശോധിക്കുക. കാരണം അത് ഭാവിയിലേക്കുള്ള ഇതേപോലുള്ള കുറച്ച് കോംപ്ലക്സിറ്റീസൊക്കെ മാറാൻ വേണ്ടിയിട്ട്, ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കും. ബ്രോക്കേഴ്സിൻ്റെ അകത്ത് ഞാൻ കുറ്റം പറയുന്നില്ല, കാരണം പലപ്പോഴും മാർക്കറ്റിംഗ് ആണ്. ഇതിൻ്റെ അകത്ത് ക്ലയൻറ്റിനെ പിടിച്ചു നിർത്തുക എന്നുള്ളത് അവിടെ നിലനിൽപ്പിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷേ എങ്കിൽ പോലും നമ്മുടെ കാര്യം നമ്മൾ നോക്കേണ്ടത് നമ്മൾ വളരെ ആവശ്യമാണ്. മറ്റൊരു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.